അല്പസമയങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ തിരുവെടുത്താണ് വായിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-26 തിരുവെടുത്തുകളാണല്ലോ. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിക്കാം. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-26 തിരുവെടുത്തുകളാണ്. ഓടിക്കൊണ്ടുപോവാ. ഒന്നുകൂടെ വായിച്ചു, അല്ലേ പരുവക്കേടാകും. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഒരിക്കൽ കൂടി കരം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഒരു പഴയ പാട്ട് നിങ്ങളോട് ചേർന്ന് പാടതായിരിക്കും. പരദേവനഗോ നമുക്ക് പരിത്രാണനത്തിൽ മരണത്തിനൊഴിമുഖർത്തനാമഖില ശക്തനിൻ തിരുകരത്തിലുണ്ട്. പ്രാണനത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവ് കർത്തനാമഖില ശക്തനിൻ തിരുകരത്തിലുണ്ടനിശമേ. പരദേവനഗോ നമുക്ക് പരിത്രാണനത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവ് കർത്തനാമഖില ശക്തനിൻ തിരുകരത്തിലുണ്ടനിശമേ. പരദേവനഗോ നമുക്ക് തകർക്കും പിഴച്ചു നടക്കും അവന്റെ മുടികൾ. തകർക്കും പിഴച്ചു നടക്കും അവന്റെ മുടികൾ. പരദേവനോ നമുക്ക് പരിത്രാണനത്തിനധിപൻ മരണത്തിൽ ഒഴിവ് കർത്തനാമഖില ശക്തനിൻ തിരുകരത്തിലുണ്ടനിശമേ. പരദേവനഗോ നമുക്ക് പാടാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയത്ത് ശുശ്രൂഷിച്ചാൽ അത് വലിയ ആക്ഷേപമാകും. ചെല്ല് പറയും, പുള്ളി വന്ന് ശോഭിച്ചില്ലെന്ന് പറയും. തന്നെയല്ല, ഒരു അന്തരീക്ഷമില്ല. അതുകൊണ്ടാണ് ഞാൻ വേറെ ആരെങ്കിലും ഒന്ന് ക്രമപ്പെടുത്തെന്ന് പറഞ്ഞത്. അല്പസമയങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടെ വായിച്ചാൽ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ അല്പസമയം ചിന്തിക്കാൻ പോകുന്ന വിഷയം മരിക്കാതിരിക്കാൻ എന്നൊക്കെ ചെയ്യണമെന്ന്. യോഹന്നാന്റെ സുവിശേഷം
എന്താണ് സുവിശേഷം? നമുക്കറിയാം, യേശു ക്രിസ്തു. തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം 2:8 വായിച്ചു. ഇതെല്ലാം അറിവുള്ള വാക്യമെങ്കിലും സുവിശേഷ യോഗമായതുകൊണ്ട് ഇത് വായിച്ചേ ഒക്കൂ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അതാ സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാ സുവിശേഷം. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. അതൊന്നുകൂടെ വിശദീകരിക്കുന്ന വാക്യമാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15:3. മോനെ വേണ്ട മോനെ, ചൂടില്ല, വെള്ളത്തിന് ചൂടില്ല. കുഴപ്പമില്ല, ഇനിയിപ്പം മോൻ അവിടെ ഇരുന്നു. അത് 4 മണിക്ക് എങ്ങാണ്ടാണ് തീട്ട വെള്ളം, അത് കുഴപ്പമില്ല. മോൻ അവിടെ ഇരുന്നു, ഇപ്പം ഞാനങ്ങ് സഹിക്കാം. മോൻ വായിച്ചോ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. അതൊന്നുകൂടെ വിശദീകരിച്ചാണ് കൊരിന്ത്യ ലേഖനം 15:3 പൗലോസ് പറയുക, യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ എന്താണ് സുവിശേഷം? യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ മരണം, യേശുക്രിസ്തുവിൻ്റെ അടക്കം, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ്, അതാണ് സുവിശേഷം. സുവിശേഷം നല്ല വാർത്ത, സദ്വർത്തമാനം, സന്തോഷ വാർത്തയാ, ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം നല്ല വാർത്തയാ, യേശുക്രിസ്തുവിൻ്റെ മരണം അത് നല്ല വാർത്തയാ, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് അത് നല്ല വാർത്തയാ. ജനനം നല്ല വാർത്തയാ. അതുകൊണ്ടാണല്ലോ ദൂതന്മാർ വന്ന് പറഞ്ഞ് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ക്രിസ്തുയേശുവിൻ്റെ തിരുപ്പിറവി, തിരുജനനം സന്തോഷ വാർത്തയാ. അതുപോലെ തന്നെ അവിടുത്തെ മരണം അതും സന്തോഷ വാർത്തയാ. എന്നാൽ സാധാരണ ആര് മരിച്ചാലും ആ മരണം സന്തോഷ വാർത്തയല്ല. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ വ്യത്യസ്തത, ഇത് സന്തോഷ വാർത്തയാ. അതെന്നാ യേശുക്രിസ്തുവിൻ്റെ മരണം സന്തോഷ വാർത്തയാകാൻ കാരണം? ആ 3-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ മോനെ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. അതായത് സന്തോഷ വാർത്ത. യേശുക്രിസ്തുവിൻ്റെ മരണം സന്തോഷ വാർത്തയാകാൻ കാരണം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കാൻ മരിച്ച ഒരു കുഞ്ഞുങ്ങൾ പോലും വേറെ ആരും ഇവിടെ വന്നിട്ടില്ല. ഇവിടെ വന്ന് പൊരുതി മരിച്ച ധാരാളം ആൾക്കാരുണ്ട്. അതൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മരിച്ചതാണ്. രാജ്യം വെട്ടിപ്പിടിച്ചവരും ആൾക്കാരെ കൊന്നു ഒടുക്കിയവരും, അതൊക്കെ അവർക്ക് സിംഹാസനം സ്ഥാപിക്കാനും അവരുടെ കാര്യം നടക്കാനും അവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ നടക്കാനാണ് അവരെ ഈ ചത്തതും എടുത്തതുമൊക്കെ. എന്നാൽ യേശു അതിനല്ല മരിച്ചത്. സകല മനുഷ്യൻ്റെയും പാപത്തിന് പരിഹാരം വരുത്താൻ. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടവർ, ശബ്ദപരിധികൾ കേൾക്കുന്നവർ, ആമേ ദൂരത്തിരുന്ന് വീക്ഷിക്കുന്നവർ, സകല മനുഷ്യൻ്റെയും പാപത്തിന് പരിഹാരം വരുത്താനാ യേശു മരിച്ചത്. അതുകൊണ്ടാണ് ഈ മരണം സന്തോഷ വാർത്ത. തന്നെയല്ല, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് മരിക്കാൻ തന്നെ. കർത്താവ് കൂടെ പറയുമായിരുന്നില്ല, ഞാൻ മരിക്കാൻ പോവാന്ന്. മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടും, മനുഷ്യപുത്രനെ കൊല്ലും, കൂടെ പറയുമായിരുന്നു. നമുക്ക് ഇങ്ങനെ മരിക്കുന്ന കാര്യം കൂടെ പറയുന്നത് ഇഷ്ടമല്ല. അതിന് പല കാര്യവും. ഒന്ന് പേടിച്ചിട്ടാ ഇഷ്ടമല്ലാതെ. ഇപ്പം പ്രായമുള്ള ആളോ അല്ലെങ്കിൽ ചെറുപ്പക്കാരോ ഞാൻ മരിക്കാൻ പോവുക, ആവശ്യമില്ലാത്ത വർത്താനം പറയാം. രാവിലെ ഭാര്യയും ഭർത്താവും കൂടെ ബെഡ്റൂമിൽ വെച്ച് സംസാരിച്ചപ്പോൾ ഭർത്താവ് പറയാ, കുഞ്ഞനാമേ ഞാൻ മരിക്കാൻ പോകും. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. എന്നാൽ യേശു അങ്ങനല്ല, കൂടെ പറയും മരിക്കാൻ പോവുക, മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടും, മനുഷ്യപുത്രനെ കൊല്ലും. ഈ മരണത്തിൻ്റെ വിശേഷത എങ്ങനെ മരിക്കുമെന്ന് യേശു നേരത്തെ പറഞ്ഞു. ഇവിടെ വന്ന ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരു കുഞ്ഞുങ്ങൾ പോലും പറഞ്ഞിട്ടില്ല. ആരാണ് അവിടുത്തെ ഉപദ്രവിച്ച് കൊല്ലുന്നതെന്ന് യേശു പറഞ്ഞു. എവിടെ വെച്ചാ മരിക്കുന്നതെന്നും യേശു പറഞ്ഞു. നമ്മളെല്ലാം എവിടെ വെച്ച് മരിക്കുന്നെന്ന് പറയാൻ പറ്റുമോ?
ഇപ്പൊ ഇവര് പറയാ ഞങ്ങള് പാടിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കും. പിന്നെ പറയുമായിരിക്കും, പക്ഷെ അങ്ങനൊന്നും ആയിരിക്കുകയല്ല പോകും. നിങ്ങളാരും മരിക്കാതിരിക്കട്ടെ. ഇപ്പം നിങ്ങളവർക്ക് അയാൾ താമസിച്ച് വന്നു വെച്ചാൽ ഞങ്ങളെ കൊല്ലാനൊരുങ്ങ് കാണുമെന്ന്. നിങ്ങൾക്കൊരു ദോഷവും വരാതിരിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ മരണത്തെ പറ്റി പറയുന്നത് വലിയ താല്പര്യമില്ല. എന്നാൽ യേശുക്രിസ്തു കൂടെ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കാൻ പോവുക, മനുഷ്യപുത്രൻ മരിക്കും. അപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞു, എങ്ങനെ മരിക്കുമെന്ന് പറഞ്ഞു, ആരാ കൊല്ലുന്നെന്ന് യേശു പറഞ്ഞു, എവിടെ വെച്ചാ മരിക്കുന്നെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ഒറ്റ നേതാവില്ല. അതാ യേശുവിൻ്റെ മരണം, വിശേഷപ്പെട്ട മരണം. ഞാൻ ആ ഭാഗത്ത് അധികം നിൽക്കുന്നില്ല. കർത്താവിൻ്റെ മരണത്തിൻ്റെ വിശേഷത ഒന്ന്, യേശുവിൻ്റെ മരണം പ്രസംഗിക്കുന്നത് പോലെ ലോകത്തിൽ ആരുടെയും മരണം പ്രസംഗിക്കുന്നില്ല. ഇന്ന് രാത്രി ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് യേശുവിൻ്റെ മരണത്തെ പറ്റിയാണ് പറയുന്നത്. ഇതുപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്റ്റേജിൽ ഇന്ന് രാത്രി യേശുവിൻ്റെ മരണം പറയുക. ഇതുപോലെ ഒരു വ്യക്തിയുടെ മറ്റൊരു വ്യക്തിയുടെ മരണത്തെ പറ്റി എവിടാ പറയുന്നത്? അവരൊക്കെ ആ മരിച്ച ദിവസം വേണേ ഒന്ന് പറയും, ഇന്ന ദിവസമായി ഇന്നോര് മരിച്ചത്. അതും മരിച്ചതിനെ പറ്റി പറയത്തില്ല, അവർ ചെയ്ത നല്ല കാര്യങ്ങളെ പറയുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിന്റെ തിരുമരണത്തിന്റെ വിശേഷത, എല്ലാ ദിവസവും ലോകത്തിന്റെ എല്ലാ കോണുകളിലും ഈ മരണം പ്രസംഗിക്കുക. മന്നത്ത് പത്മനാഭൻ മരിച്ചു, എല്ലാ ദിവസവും പ്രസംഗിക്കുന്നുണ്ടോ? ശ്രീനാരായണ ഗുരു മരിച്ചു, എല്ലാ ദിവസവും പ്രസംഗിക്കുന്നുണ്ടോ? അയ്യങ്കാളി മരിച്ചു, എല്ലാ ദിവസവും മരണത്തെ പറ്റി പ്രസംഗിക്കുന്നുണ്ടോ? വൈകുണ്ഠസ്വാമി മരിച്ചു, എല്ലാ ദിവസവും പറയുന്നുണ്ടോ? എബ്രഹാം ലിങ്കണും കെന്നഡി ആദിയായ അമേരിക്കൻ പ്രസിഡന്റുമാര് മരിച്ചു, എല്ലാ ദിവസവും പ്രസംഗിക്കുന്നുണ്ടോ? ഈ കേരളത്തിലെ ചിത്തിര തിരുനാൾ അടക്കമുള്ള രാജാക്കന്മാര് അന്ന് ഭരിച്ചവരെല്ലാവരും മരിച്ചു, എല്ലാ ദിവസവും പറയുന്നുണ്ടോ? സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോഡം തുടങ്ങിയുള്ള വിജ്ഞാർ ഇവരെല്ലാം മരിച്ചു, എല്ലാ ദിവസവും പറയുന്നുണ്ടോ? ഇല്ല. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി അല്ലയോ EMS നമ്പൂതിരിപ്പാട്, എല്ലാ ദിവസവും മരണത്തെപ്പറ്റി, അദ്ദേഹത്തിന്റെ മരണത്തെപ്പറ്റി പറയുന്നുണ്ടോ? അടുത്ത കാലത്തല്ലയോ മരിച്ചത് VS അച്യുതാനന്ദൻ, ഇല്ല ഇല്ല മരിച്ചിട്ടില്ലെന്നാ മുദ്രാവാക്യം, ഞങ്ങളിലൂടെ. അത് അന്ന് പാടിയതേ ഉള്ളൂ, എല്ലാ ദിവസവും ഇത് പറയാന്നോ VSന്റെ മരണം? ഇനിയും ചിലര് മരിക്കാനായിട്ടിരിക്കുക, അതെല്ലാ ദിവസവും പറയുമോ? പെട്ടെന്ന് മരിച്ചാൽ കൊള്ളാന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരും ഉണ്ട്. ആരാ എന്തുവാണെന്നൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. അപ്പൊ ഇവരുടെ എല്ലാം മരണത്തെ പറ്റി എല്ലാ ദിവസവും പറയുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത, എല്ലാ ദിവസവും ഈ മരണം പ്രസംഗിക്കുക. അല്ലേ? എന്താ പറ്റി? സൗണ്ട് കുഴപ്പമില്ല. അതിന് അവിടെ വന്നിരിക്കുന്നത്, ഇങ്ങോട്ട് കയറുന്നോ? വേണം ഇങ്ങോട്ട് കയറിക്കോ. രക്ഷിക്കപ്പെട്ടതാണോ? ഓർപ്പിക്കുക. പെന്തിക്കോസുകാരിൽ എല്ലാവരും ഒന്നുമില്ലെങ്കിലും മിക്കവരും എല്ലാ ആഴ്ചയിലും അങ്ങോട്ട് ഹോളിലോട്ട് ചെല്ലുമ്പോൾ ആണ്ടവിടെ ഒരുക്കി വച്ചിരിക്കുന്ന തിരുമേശ മരണത്തെ ഓർപ്പിക്കുക. അതെ, എല്ലാ ആഴ്ചയിലും വന്നോ? എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാ, എല്ലാ ദിവസവും ഇത് ഓർത്തോണ്ടിരിക്കുക. മരണം കൊണ്ടൻ വന്നാര പാടാൻ വയ്യ. എൻ്റെ അടുത്ത് നിങ്ങൾ ഏറ്റു പാടുവന്ന അവിടുത്തെ ഞങ്ങളും പരുവക്കേടായി. മരണം കൊണ്ടൻ്റെ വന്നാരം നിന്മകത്വം തേടിയനി എൻ കാലം കഴിപ്പാൻ കൃപ. അവര് പാട്ടറിയാൻ മേലാഞ്ഞിട്ടോ പാടാൻ കഴിവില്ലാഞ്ഞിട്ടല്ല,
ഞാൻ പാടുന്ന പിച്ചിൽ അവർക്ക് ഒക്കുകയില്ല, അതുകൊണ്ടാണ്. അല്ല, അവർ പാട്ട് മോശമായിട്ടല്ല, നിങ്ങൾ ചിന്തിക്കരുത് ഓ അവർ പാട്ടുകാർ ഗുണമില്ലായിരുന്നു, അവർ നന്നായിട്ട് പാടുന്നവരാ, പിച്ചെന്നല്ലേ പറയുന്നത്. ആ, പിച്ചിൻ്റെ കാര്യമല്ല പറഞ്ഞ, വേറെ അവർക്കറിയാം. അപ്പൊ യേശുക്രിസ്തുവിന്റെ മരണം അത്രയ്ക്ക് ശ്രേഷ്ഠമാണ്. ഈ മരണം പ്രസംഗിക്കുന്നത് പോലെ വേറെ ആരുടെ മരണത്തെ പ്രസംഗിക്കുന്നില്ല. ഈ മരണത്തെ ഓർക്കുന്നത് പോലെ വേറെ ആരുടെ മരണത്തെ ഓർക്കുന്നില്ല. ഈ മരണത്തെ പറ്റി പാട്ട് പാടുന്നത് പോലെ വേറെ ആരുടെ മരണത്തെ പറ്റി പാട്ട് എഴുതിയിട്ടില്ല. ഇപ്പോഴും എഴുതുകയില്ലയോ? മാത്രമാണോ? യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി 2 പുസ്തകത്തിൽ, 4 സുവിശേഷത്തിൽ 2 പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ലൂക്കോസും മത്തായിയും, ക്രിസ്തുയേശുവിന്റെ തിരുപ്പിറവി. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തെ പറ്റി 4 പുസ്തകത്തിലും ഉണ്ട്. മത്തായി, മർക്കോസും, ലൂക്കോസും, യോഹന്നാനും. മരണം വിശേഷതയുള്ള മരണമാണ്. ഇവിടെ വന്ന് മരിച്ച പല ആൾക്കാരെ പറ്റി ഒറ്റ വാക്കിലാണ് പറയുന്നത്, കടന്നുപോയി, ശുഭം. തീർന്നു. ശുഭമായിട്ടാണോ പോയെന്ന് ആർക്കറിയാം. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തെ പറ്റി കടന്നുപോയി ശുഭമെന്നല്ല, മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തു. എഴുതിയിരിക്കുന്നിടത്തല്ല അങ്ങനെ. ഇവിടെ ആരുടെ മരണത്തെ പറ്റി അങ്ങനെ? മരിച്ചു, അയാൾ 3-ന്റെ അന്ന് ഉയർത്തു. മിക്കവാറും 3-ന്റെ അന്ന് ഉയർത്തല്ല, വിയർത്തു. യേശുക്രിസ്തു മാത്രമേ ഉയർത്തിട്ടുള്ളൂ. യേശുക്രിസ്തു ഉയർത്തു, ജീവിക്കുന്നു പരലോകത്തിൽ. യേശുക്രിസ്തു ഉയർത്തു, ജീവിക്കുന്നു പരലോകത്തിൽ, ജീവിക്കുന്നു ഈകലോകത്തിൽ. താരിനി വേഗം വരും രാജരാജാവായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവു ജീവിക്കുന്നു. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനനം, അവിടുത്തെ തിരുമരണം, അവിടുത്തെ ഉയർപ്പ്, ഇതെല്ലാം നല്ല വാർത്തയാണ്. അതാ സുവിശേഷം. യേശുക്രിസ്തു, അതാണ് സുവിശേഷം. എന്തിനാ സുവിശേഷം? സുവിശേഷം എന്തിനാ? സകല മനുഷ്യനും രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒരേ ഒരു വ്യക്തി, നസറയനാകുന്ന യേശുക്രിസ്തു. ദൈവത്തിന് മഹത്വം. എന്താ ഈ സുവിശേഷത്തിന്റെ വിശേഷത? അതുകൂടെ പറഞ്ഞ അടുത്ത വാക്യത്തിലോട്ട് വരാം. സുവിശേഷത്തിന്റെ വിശേഷത. മോനെ 1-2 വാക്യം വായിച്ചു തരണം. ശബ്ദം ബുദ്ധിമുട്ടാണ്. ഓ, ചൂടല്ല, ഇത് വേണ്ട, വെള്ളം കുടിക്കാൻ വന്നതല്ല, അടുത്തോട്ട് വന്നതേ ഉള്ളൂ. വായിച്ചേ. സുവിശേഷത്തിന്റെ വിശേഷത. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ആണോ 23-ആണോ? സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനും, അത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാകുന്ന. ആ റഫറൻസ് കണ്ടെങ്കിലും ഒന്ന് വായിച്ചേ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കണ്ടോ? റോമർ 16 സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പിന്നെ വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അപ്പോൾ സുവിശേഷത്തിന്റെ ഒരു വിശേഷത പറയാ, ഇത് രക്ഷയ്ക്കൊതുകുന്ന മാർഗമാണ്. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, സുവിശേഷം എന്ന് പറഞ്ഞാൽ നിന്നെ രക്ഷിക്കുന്ന മാർഗമാണ്. മറ്റൊരുത്തനും രക്ഷയില്ല, യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ. ഓടിച്ചു പോവുക. സുവിശേഷം എന്താ അതിൻ്റെ വിശേഷത? രക്ഷിക്കുന്ന മാർഗം. 5 പൈസ കൊടുക്കണ്ട, കാശ് കൊടുക്കണ്ട, മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കണ്ട. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ ഞാനൊരു പാപിയാ, എൻ്റെ പാപത്തെ ക്ഷമിച്ച് ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് അവിടെ എഴുന്നള്ളി വരണം. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. അപ്പോൾ സുവിശേഷത്തിൻ്റെ വിശേഷത 1, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. 3 കാര്യം പറഞ്ഞ ആ ഭാഗം വിടാം. ഇന്ന് ഇങ്ങനെയൊക്കെ ഒക്കൂ, ഇങ്ങനെയും ഒത്തല്ലോ. അപ്പോൾ സുവിശേഷത്തിന്റെ വിശേഷത. ഇനി 2,
എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 15 വായിച്ചേ. താഴെ ഒന്ന് വായിച്ചേ. നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിൽ ചെരുപ്പാക്കി. അപ്പൊ ശ്രദ്ധിച്ചേ, 6:10 മുതൽ നമുക്ക് പോരാട്ടം. ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധം ധരിപ്പൻ. 12 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെ ഭാഷകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും. ഇതിൽ പറഞ്ഞു ബന്ധിച്ച് 14-ാം വാക്യം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിൽ ചെരുപ്പാക്കി. അപ്പൊ ശ്രദ്ധിച്ചേ, സുവിശേഷത്തിന്റെ 2-ാമത്തെ വിശേഷത ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. ഇത് അപ്പൊ സുവിശേഷം നമുക്ക് സമാധാനം തരുന്ന മാർഗമാണ്. അതാണ് സുവിശേഷത്തിന്റെ വിശേഷത, സമാധാനം. ദൈവത്തിന്റെ മഹത്വം. ഇന്ന് രാത്രി സമാധാനമില്ലാത്ത ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് സമാധാനം തരുന്ന മാർഗമാ സുവിശേഷം. സ്തോത്രം. സമാധാനം തരും. അതിന് 5 പൈസയും മുടക്കണ്ട, കാശ് മുടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ട. യേശു നിനക്ക് സമാധാനം തരും. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം, ക്രിസ്തു നമ്മുടെ സമാധാനം. ദൈവത്തിന്റെ മഹത്വം. ഇത് സുവിശേഷം സമാധാനത്തിന്റെ മാർഗമാണ്. അതിൽ അലോഗ്യം ഉണ്ടാക്കാനൊക്കെ വരുമ്പോൾ നമ്മൾ ഉടനെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ഇത് സമാധാനമാണ്. ചില ദൈവദാസന്മാരൊക്കെ പരസ്യയോഗം നടത്താൻ ചില സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ ചിലർ വന്ന് പൊടിമീശയൊക്കെ പിരിച്ച് ആ ഉള്ള മുണ്ടുമൊക്കെ ഒന്ന് പൊക്കി, ഒരു കൈക്ക് പൊക്കി ഇങ്ങനെ കണ്ണുകൊണ്ടൊക്കെ കാണിക്കും. ഇവനെ പൂഞ്ഞാൻ പോലായിരിക്കുന്നത് ചില പാസ്റ്റർമാർ കൈ തീർത്ത് കൊടുക്കാൻ അതിനില്ലിവൻ. എന്നാലും ഒന്നും മിണ്ടത്തില്ല. ഉടനെ തന്നെ കൂടും കൊടുക്കുക എടുത്തുകൊണ്ട് പോവുക. അതന്നെ ഇത് സമാധാന മാർഗമാണ്. അതേസമയം ഈ ഞൊട്ടാനെ വേറൊരാടെ യോഗത്തിന് എന്ന് കയറിക്കേ. പല കൊടിയുണ്ടല്ലോ, പല കൊടി. ആ കൊടിക്കാരൊക്കെ ഒരു കൊടി കെട്ടി 2 പേരെ ആയിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത്. നിനക്ക് ചുണയുണ്ടോ അവിടെ ചെന്ന കൊടി ഒന്ന് പറിച്ച് കീറി ഒക്കെ എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ അന്ന് നിൻ്റെ പൊടി കാണുകയില്ല. പക്ഷെ ഞങ്ങൾ യോഗം നടത്തുമ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അന്നാരും ഞങ്ങൾ സ്തോത്രമാണ് പറയുന്നത്. സ്തോത്രം പറഞ്ഞേച്ച് ആ മൈക്കും എല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ അങ്ങ് പോവുക. അതിനാ കാര്യം, നിന്നെ പേടിച്ചിട്ടല്ല, ഇത് സമാധാനത്തിൻ്റെ മാർഗമാണ്. ഞങ്ങളുടെ ഇടയിലും പിള്ളേരൊക്കെ ഉണ്ട്. ഞങ്ങൾ തിരിച്ചൊന്നും അടിക്കത്തില്ല, അതിനുള്ള ആ കോതേനെ തല്ലി അന്നേരം ഉരുട്ട് വീഴുകയുള്ളൂ. ഇപ്പം നിൽക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ്. പക്ഷേ ആകെ ഉള്ള പിള്ളേർ ഇതിനകത്തുണ്ട്, പക്ഷെ ഒന്നും ചെയ്യത്തില്ല. അതെന്നാ, ഇത് സമാധാനത്തിൻ്റെ മാർഗമാണ്. ബൈബിള് പിടിച്ച് മേടിച്ച് കത്തിക്കുന്നവരുണ്ട്. ഞങ്ങളാരും ഒന്നും വിട്ടുന്നില്ലല്ലോ. അതെന്നാ, ഇത് സമാധാനത്തിൻ്റെ മാർഗമാണ്. സഭാഗോളിനകത്ത് കയറി ഉപദ്രവിക്കുകയും ആക്ഷേപിക്കുകയും തെറി പറയുകയും തുന്തുകയും തള്ളുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം ബിരുദന്മാരുണ്ട്. ഒരക്ഷരം ഈ സഹോദരിമാരൊക്കെ അന്നേരം സ്തോത്ര സ്തോത്ര യേശുവേ സ്തോത്ര സ്തോത്രം അങ്ങനല്ലേ. ചീത്ത പറയാൻ അറിയാൻ മേലാത്ത പെണ്ണുങ്ങളാണെന്നോ ഉള്ള കണ്ണ് പൊട്ടുന്നത് പറഞ്ഞേച്ചിരിക്കുന്നവരാ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ. അപ്പോൾ ഇത് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. അതൊക്കെ ഞങ്ങൾ വിട്ടു. എന്നാ, ഇത് സമാധാനത്തിൻ്റെ മാർഗമാണ്. ഇല്ലേ? ആണെന്ന്. അപ്പൊ ഈ സുവിശേഷത്തിന്റെ വിശേഷത 1, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. 2, ഇത് സമാധാന സുവിശേഷം. 3, സുവിശേഷത്തിന്റെ ഒരു വിശേഷതയും കൂടെ പറഞ്ഞ ഭാഗം വിടാം. തിമോത്തയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചു. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത സുവിശേഷത്തിന്റെ 3-ാമത്തെ വിശേഷത മരണം നീക്കി ജീവൻ തരുന്നതാണ്. ദൈവത്തിന് മഹത്വം. അതാണ് സുവിശേഷത്തിന്റെ വിശേഷത. മരണം. ഏത് മരണം? നിത്യമരണം. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, നിത്യമരണത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. ആ നിത്യമരണം വേറെ പുസ്തകത്തിൽ അതിന് 2-ാം മരണം എന്നൊക്കെ പ്രയോഗമുണ്ട്. ചാകാത്ത പുഴുവും കെടാത്ത തീയും ഗന്ധക തീപ്പൊയ്ക എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ആ നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള മാർഗമാണ് സുവിശേഷം. ആ സുവിശേഷമായി ഇന്നലെ ഇന്നും ഒക്കുന്നെങ്കിൽ നാളെയും ദൈവം അനുവദിച്ചാൽ ഇവിടെ ഉയരുന്നത്. ആ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിപ്പാൻ ഇന്ന് രാത്രിയും കൂടപ്പെട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് സമാധാനത്തിൻ്റെ മാർഗമാണ്, രക്ഷയുടെ മാർഗമാണ്. ഇത് നിത്യ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന മാർഗമാണ്.
അത് അങ്ങനെയുള്ള ആ സുവിശേഷ പുസ്തകത്തിലെ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25, 26 തിരുവെടുത്താ വായിച്ചത്. മോനെ ഒന്നുകൂടെ വായിച്ചു. യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. പിന്നെ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിച്ചല്ലോ, ഇവിടെ സംസാരിപ്പാൻ ഉദ്ദേശിക്കുന്ന ചെറിയൊരു വിഷയം മരിക്കാതിരിക്കാൻ എന്നാ ചെയ്യണമെന്ന്. ഓടിച്ച് ചില കാര്യം പറയാം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത അറിയാം. യേശു ദൈവമാണെന്ന് തെളിയിക്കുക. യേശു ക്രിസ്തു ഏക ദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാത് ദൈവം, ജീവനുള്ള ദൈവം. ഓരോ അധ്യായത്തിലും ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുന്നുണ്ട്. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. 11, 12 അധ്യായം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വളരെ പരിചിതമായ അധ്യായമാണ്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു സ്നേഹിച്ച ഒരു മാന്യ ഭവനം, ബഥാന്യയിലെ മാർത്തയുടെ, മറിയയുടെ, ലാസറിന്റെ ഭവനം. യേശു വളരെ ആഴമായി സ്നേഹിച്ചൊരു വീടാണ്. യേശുവിനെ ഇവരും സ്നേഹിച്ചു. ഈ വീട്ടിലെ പ്രധാനമായിട്ട് പേര് പറയുന്ന 2-3 പേരാ. അതാ ഇപ്പോൾ ഓർപ്പിച്ചത്. മാർത്തയും മറിയയും ഇവരുടെ ആങ്ങള ലാസർ. യേശുവിനെ ഈ വീട്ടിൽ ആദ്യം കൈക്കൊണ്ടത് മാർത്തയാ. ലൂക്കോസിൽ അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. മാർത്ത കൈക്കൊണ്ടു. മാർത്തയെ പറ്റിയൊക്കെ വേറെ പഠിതാക്കൾ ചില പറയുന്നത് വിധവയായി പോയെന്ന. മറിയെ വിവാഹം കഴിച്ചുമില്ല. ആങ്ങള ലാസറിന് ചെറിയൊരു ജോലിയുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം പെങ്ങടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. യേശുവും ശിഷ്യന്മാരുമൊക്കെ ഈ വീട്ടിൽ വരുമ്പോൾ ഈ തുച്ഛമായ വരുമാനത്തിനൊക്കെ ആ കർത്താവിനെ ശുശ്രൂഷിക്കുന്നത്. അങ്ങനെ യേശു പലപ്പോഴും ഈ വീട്ടിൽ വന്ന് പാർക്കും. കാരണം യെരുശലേമിലേക്ക് പോകുന്ന വഴിക്കായി ബഥാന്യ. അപ്പോൾ ഇവിടെ പാർത്തേച്ച് പെട്ടെന്ന് യെരുശലേമിലേക്ക് പോവുകയും വരികയും ചെയ്യാം. വഴിത്തലേക്കിലുള്ള വീടാണ്. ദൈവമകളൊക്കെ അങ്ങനെ വഴിത്തലേക്ക് വീട് വെക്കുന്നത് വളരെ അനുഗ്രഹമാണ്. ചിലര് മെയിൻ റോഡിൽ വിറ്റേച്ച് മണ്ടേ കയറും, കുന്നിൻ്റെ മണ്ട. പണ്ടൊക്കെ അങ്ങനെ ബോധക്കേടുകാർ ഒത്തിരി ഉണ്ട്. ഇപ്പം പിന്നെ പിള്ളേർക്കൊക്കെ ഇച്ചിരി ബോധം വെച്ചത് കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഈ വഴിത്തലക്കലായി വീട്. യേശു ക്രിസ്തു ഈ ഭവനത്തിൽ വന്ന് പലപ്പോഴും പാർക്കും. യേശു ക്രിസ്തു മാത്രമല്ല, കൂടെ 10-12 എണ്ണം ഉണ്ട്. അതെല്ലാം നല്ല കലാപൂലി പോലെയുള്ളതാണ്. ആ വീട്ടുകാരെ സമ്മതിക്കട്ടെ, ഇത്ര എണ്ണത്തിന് വഹിക്കുക. നല്ല ഭവനമാണ്. നമ്മൾ ചിലപ്പം 1-2 എണ്ണത്തിന് വഹിക്കും. 12, 13 ഒക്കെ വന്നാൽ ചിലപ്പം ഓർക്കാപ്പുറത്ത് ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ സഹകരിക്കും. പിന്നെ പറയും യേശുവേ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഫോൺ ചെയ്താൽ മതി, എല്ലാവരും കൂടി ഇങ്ങോട്ട്. പിന്നെ വിളിക്കാതെ പറയും യേശുവേ വയ്യ, ശാരീരികമായിട്ട് അല്പം. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് തടി തപ്പും. എന്നാൽ ഈ ഭവനം അങ്ങനെ എപ്പോൾ വന്നാലും സ്വീകരണം. മാർത്തയാണേൽ എപ്പോഴും ശുശ്രൂഷയാണ്. ശുശ്രൂഷ അവിടെ ഉദ്ദേശിക്കുന്ന അടുക്കള പെരുമാറ്റമാണ്. ഇവരെ ശുശ്രൂഷിക്കാൻ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് ബഥാന്യയിലെ ഈ കുടുംബം. എന്തിനേറെ ഒരിക്കൽ യേശു ഈ ഭവനത്തിൽ വന്ന് ശുശ്രൂഷകളൊക്കെ ചെയ്തു പോയി. ലാസറിന് ദീനമായി. ദീനമാണെന്ന് അറിയിച്ചിട്ട് യേശു കാണാൻ പോയില്ല. ശിഷ്യന്മാരെയും വിട്ടില്ല. നമുക്ക് ആ ഭാഗം പറയാം. ദീനം മൂർച്ഛിച്ചു, എന്നിട്ടും പോയില്ല. ഒടുവിൽ ലാസർ മരിച്ചു. മരണത്തിനും പോയില്ല. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു നമുക്ക് ബഥാന്യ ലാസറിന്റെ വീട്ടിലോട്ട് പോകാം. അപ്പൊ തോമാസ് പറഞ്ഞു നമുക്കും പോയി ചാകാം. കാരണം യഹൂദന്മാർ ആ നാടുകളിൽ യേശുവിനെ കണ്ട കൊല്ലാനിരിക്കുക 1. 2, തോമാച്ചൻ്റെ അകത്തെ ചിന്ത അനേക പ്രാവശ്യം വീട്ടിൽ പോയി കിടക്കുകയും ഭക്ഷിക്കുകയും അവർ തന്നതെല്ലാം സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത് ആ ചെറുക്കനെ ദീനമാണെന്ന് കണ്ടപ്പം കേട്ടപ്പോൾ ഒന്ന് പോകണ്ടായോ, ഇനി ഇങ്ങേരങ്ങ് ബിസി ആണെങ്കിലും ഞങ്ങളെയെങ്കിലും ഒന്ന് വിടണ്ടേ. ആട്ടെ, ദീനം മൂർച്ഛിച്ചപ്പോഴെങ്കിലും അത്തറ്റ വന്ന് ഒരു മര്യാദയില്ലേ, പോയില്ല. ഇനി അതെല്ലാം പോട്ടെ, ചത്തപ്പോഴെങ്കിലും ഒന്ന് വിടണ്ടേ. എടാ നിങ്ങൾ എന്ന് പറയണം, എനിക്ക് സമയമില്ല, തിരക്കാ, അതുകൊണ്ട് എൻ്റെ അനുശോചനവും കൂടെ അങ്ങനല്ലേ ഇപ്പം നടന്നു വരുന്നത്.
നിങ്ങൾ മരണ വീട്ടിൽ ചെന്ന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ പാസ്റ്റർമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ പിള്ളേർ ഹൂസ്റ്റണിലുള്ള ബ്ലസ്സിൻ്റെയും ഡാലസിലുള്ള ബ്ലസ്സിയുടെയും പിന്നെ കാനഡയിലുള്ള റിനുവിൻ്റെയും പിന്നെ അവൻ്റെ അമ്മായിയപ്പൻ്റെയും എന്തൊരു പയ്യാവേലിയാന്ന് ഓർത്തോണം. അപ്പം ഇരിക്കുന്ന മുഴുവൻ മനുഷ്യൻ പറയണം, ഇയാൾക്ക് ഒരുത്തൻ കാനഡയിലുണ്ട്, ഒരുത്തൻ അവിടെ ഉണ്ട്, മറ്റവൻ ഇവിടെ ഉണ്ട്, നമ്മളെന്ത് മെനക്കെട്ടിരിക്കുക എന്ന് ഓർത്തോണം. പിന്നെ വേറെ വലിയ ബിരുദന്മാർ പാസ്റ്റർമാർ പറഞ്ഞ്, ഇപ്പോൾ ഞാനായിരിക്കുന്ന ഇന്ന സഭയുടെയും സെക്ഷൻ്റെയും അല്ലെ സെൻറ്ററിൻ്റെയും അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൻ്റെയും, ഡിസ്ട്രിക്റ്റ് ഗവൺമെൻറ് കേൾക്കരുത്, ഡിസ്ട്രിക്റ്റ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞ് മനുഷ്യനെ മെനക്കെടുത്തുക, അനുശോചനം. അപ്പൊ ഒരു കാര്യം പറയാ, ഇവിടെ അങ്ങനെ അടങ്ങിയിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു ഈ ഭവനത്തിൽ ചെല്ലുക. ലാസർ മരിച്ചു, 4 ദിവസമായി. അപ്പൊ തോമസ് പറഞ്ഞു, നമുക്കും അവന്റെ കൂടെ പോയി മരിക്കാം. യേശു ആ വീട്ടിൽ ചെന്നപ്പോൾ മാർത്ത വന്നു പറയുന്ന ഭാഗമാ, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ല. അപ്പൊ യേശു ക്രിസ്തു മാർത്തയോട് പറയുന്ന ഭാഗമാ കുറുവാക്യം വായിച്ച്. ഇനി 25, 26 കൂടെ വായിച്ചാട്ടെ. യേശു മാർത്തയോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. പിന്നെ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അടുത്ത വാക്യം, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല, ഒരു നാളും മരിക്കത്തില്ല. ഇന്ന് രാത്രി ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ ചെറിയൊരു ചിന്ത മരിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന കാമ്പിവാചകം പോലെ ചില കാര്യം പറയാ, മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന ആർക്കും മരിക്കാൻ താല്പര്യമില്ലെന്നറിയാം, ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ചെല്ലു പറയും, പക്ഷേ എനിക്ക് പേടിയൊന്നുമില്ല, പിന്നെ എന്തിനാ ആശുപത്രിയിലോട്ട് ഓടുന്നേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഭയമാണ്, മരിക്കാൻ ആർക്കും താല്പര്യമില്ല. 98 എന്ന വല്യപ്പനോട് വല്യപ്പൻ ചോദിച്ചു, കൊച്ചുമോള് 12 വയസ്സുള്ള മോള് കാപ്പിയായിട്ട് എന്നപ്പോൾ അപ്പച്ച സങ്കടപ്പെട്ട, എന്നെ അപ്പച്ച, ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, 10-30 കൊല്ലം മുമ്പ് നിന്റെ വല്യമ്മയാ ഇങ്ങനെ രാവിലെ കാപ്പി കൊണ്ടു തരുന്ന, അവള് കാലം കഴിഞ്ഞ് ആര് തരുമെന്ന് ഞാൻ ചിന്തിച്ചു. അന്നേരം നിന്റെ അമ്മയെ ദൈവം ഒരുക്കി. കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ കൊല്ലം വരെ നിന്റെ അമ്മ ഞാൻ കാപ്പി കൊണ്ടുവന്ന് മരുമകൾ തന്ന്, അവളും മരിച്ചു. അപ്പം ഞാൻ ചിന്തിച്ചു, ഇനി ആരാ എനിക്ക് കാപ്പി? അന്നേരം ഏതായാലും ദൈവം നിന്നെ ഒരുക്കി. നിനക്ക് 12 വയസ്സ്, അപ്പന് 98. എൻ്റെ ചിന്ത, ഇനി നിന്റെ കാലം കഴിഞ്ഞാൽ എനിക്ക് ആരാ? ചുരുക്കി പറഞ്ഞാൽ മൂപ്പിലേക്ക് ഇവിടെ നിന്ന് പോകാൻ യാതൊരു താല്പര്യവും. അയാൾക്ക് 98, പെങ്കൊച്ചിന് 12. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മരിക്കാൻ ആർക്കും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, മരിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം. ഇന്ന് രാത്രി എല്ലാവരും ശാന്തമായിട്ട് കേൾക്കണം. മരിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? വായിച്ച് ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ച. ഉൽപ്പത്തി 42-ന്റെ 1-2. മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് പറഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട് നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. അടുത്ത പദം, നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുവിൻ. രാത്രി എന്നെ കേൾക്കേണ്ട പ്രിയരെ, മരിക്കാതെ ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം മിസ്രൈമിൽ ചെന്ന് ധാന്യം കൊള്ളണം. ഇത് ഗോത്രപിതാവാകുന്ന യാക്കോബ് തന്റെ പുത്രന്മാരോട് പറയുന്ന പദമാണ്. നമുക്കറിയാം, ദേശം മുഴുവൻ ക്ഷാമം രൂക്ഷമായി. മിസ്രൈമിൽ മാത്രമല്ല ക്ഷാമം, കനാനിൽ ക്ഷാമം വന്നു. അല്ല, കനാനിൽ മാത്രമല്ല ക്ഷാമം, ഉലകം മുഴുവൻ ക്ഷാമമാണ്. നിങ്ങൾ ആ ഭാഗം പഠിക്കുമ്പോഴറിയാം, ഉലകം മുഴുവൻ ക്ഷാമമായപ്പോൾ ജനങ്ങളെല്ലാം കൂടെ ആഹാരത്തിന് ആദ്യം വന്നത് നമുക്കറിയാം, യോസഫ് ഫറവോന്റെ അടുക്കല. മോനെ 55-ാം വാക്യം ഒന്ന് വായിച്ചേ. 55-ാം തോന്നുന്നു, വായിച്ചേ. 41-ന്റെ പിന്നെ മിസ്രൈം ദേശത്ത് എല്ലായിടവും ക്ഷാമം ഉണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിച്ചെന്നാ. അപ്പം ക്ഷാമം രൂക്ഷമായപ്പോൾ ജനമെല്ലാം കൂടെ ചെന്ന ഫറവോൻ ഇങ്ങനെ, എന്റെ ഭാവനയാ, സിംഹാസനത്തിൽ ഇരിക്കുക ഫറവോ രാജാവ്. ഫറവോൻ വലിയ ഉന്നതനായ മനുഷ്യനല്ലേ, ഈജിപ്തിന്റെ ഭരണാധികാരി. അപ്പൊ എന്റെ ഭാഷയാ, താടി മുടി വടിയൊക്കെ പിടിച്ച് ഫറവോൻ ഇങ്ങനെ ഇരിക്കുക.
അപ്പോൾ മിസ്രയീമ്യരെല്ലാം കൂടെ ചെന്ന് ഫറവോന്റെ ഒക്കെ കുമ്പിട്ടച്ച് പറഞ്ഞു, തിരുമേനി ഞങ്ങളെ രക്ഷിക്കണമെന്ന്. ക്ഷാമമല്ലേ? എൻ്റെ ശൈലി പറയാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാരണം പുള്ളിയുടെ ഇരിപ്പ് കണ്ട അറിയാം പുള്ളി രക്ഷിക്കാൻ കഴിവുള്ള തോന്നി പോവുക. താടിയും മുടിയും മടിയും, ഇടയ്ക്കിടയ്ക്ക് വെളിയിലൊരു വെടിയും. ഇവിടെ വെടി തീർക്കുമ്പോൾ അറിയാം പുള്ളി അകത്തുണ്ടെന്ന്. അപ്പം ഇങ്ങനെ ഇരിക്കുക. ഇരുന്നപ്പം ജനമെല്ലാം കൂടെ ചെന്ന് പറഞ്ഞു, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങളെ ഉപേക്ഷിക്കരുത്. അന്നേരം തിരുമേനി എന്നാ പറഞ്ഞ? അടുത്ത വാക്യം വായിരുന്നു മോനെ, കേൾക്കട്ടല്ല. ഫറവോൻ മിസ്രയീമ്യരോടൊക്കെ, അപ്പൊ തിരുമേനി ഉടനെ മിസ്രയീമിലെ തന്റെ ജനത്തോട് പറയുക, നിങ്ങൾ യോസഫിന്റെ അടുക്കൽ ചെല്ലുവിൻ. എടാ പോട്ടാ, നിങ്ങൾ ഇവിടെ കിടന്ന് എന്നോട് നിലവിളിക്കാതെ നിങ്ങൾ യോസേപ്പിന്റെ അടുക്കൽ ചെല്ലേ. ഞാനിങ്ങനെ താടിയും മുടിയും മടിയായിട്ട് അനങ്ങാൻ മേലാതെ ഇതിനകത്തിരിക്കുന്നതല്ലാതെ എന്നെ കൊണ്ട് കാജിന് കൊള്ളുകയല്ല. നിങ്ങള് യോസഫിന്റെ അടുക്കൽ ചെല്ലണം. അതിന് കാരണം എന്നാ? 42:6 യോസേപ്പ് ആരാ? യോസഫ് ദേശത്തിന് അധിപതിയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് എല്ലാം പറഞ്ഞത്. 49:27 കൂടെ വായിച്ച് 22 വായിച്ച യോസേപ്പ് ആരാ? 49:22 ആയിര്. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. യോസേപ്പ് ഫലപ്രദമായ ഒരു വൃക്ഷം. പിന്നെ നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം. അതുകൊണ്ട് അങ്ങോട്ടേക്ക് എല്ലാം പറഞ്ഞത്. ആവർത്തനം 33 ഉള്ള വാക്യം നമുക്കറിയാമല്ലോ യോസേപ്പിനെ പറ്റി. അറിയത്തില്ലയോ? വായിച്ചേ. ആവർത്തനം 33 പെട്ടെന്ന് വായിച്ചു. നന്നായിട്ട് വായിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. 33 എടുത്തോ. എവിടാ 33? അതെവിടെ വായിച്ചു? യോസേപ്പിനെ പറ്റി പറയുന്നത്. യാക്കോബിന്റെ യോസഫിനെ കുറിച്ച് അവൻ പറഞ്ഞത്. യോസേപ്പിനെ കുറിച്ച് അവൻ പറഞ്ഞത് ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞ കൊണ്ടും താഴെ കിടക്കുന്ന അഗാധ ജലം കൊണ്ടും പ്രതിമാസിക ചന്ദ്രനാൽ വിശിഷ്ട ഫലം കൊണ്ടും പുരാതന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ടും പിന്നെ ശാശ്വത ശൈലങ്ങളുടെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും ഭൂമിയിലെ വിശേഷ വസ്തുക്കളെ സമൃദ്ധിയും കൊണ്ടും അതിന്റെ സമൃദ്ധി കൊണ്ടും അവന്റെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. പിന്നെ അടുത്തത് മുൾപ്പടർപ്പിൽ വസിച്ചവന്റെ പ്രസാദം. എല്ലാ ഭാഗവും ഞാൻ എടുക്കുന്നില്ല, അതുകൊണ്ടാണ് അങ്ങോട്ട് എല്ലാം പറഞ്ഞ്. യോസേപ്പ് വട്ട് കളിച്ചിരിക്കുകയല്ല. അവൻ ഉന്നതനും ശ്രേഷ്ഠനും മഹിമയുള്ളവനുമാ, ദേശത്തിന് അധിപതിയാ. മുൾപ്പടർപ്പിൽ വസിച്ചവന്റെ പ്രസാദം അവന്റെ ശിരസിന്മേലിരിക്കുക. അതുകൊണ്ട് അങ്ങോട്ട് എല്ലാം പറഞ്ഞു. യോസേപ്പ് ഫലപ്രദമായ വൃക്ഷമാണ്. അതുകൊണ്ടാണ് പറഞ്ഞ അങ്ങോട്ട് എല്ലാം. നിങ്ങൾ ചുമ്മാ എൻ്റെ ഇടയ്ക്ക് വന്ന് രക്ഷിക്കണേ, ഉപേക്ഷിക്കരുത്. ഞാനിങ്ങനെ വടിയും മുടിയും താടിയായിട്ട് ആരെങ്കിലും വന്ന് എന്നെ പിടിച്ചാ നിങ്ങൾക്കൊന്നും അറിയാനും മേല. എന്നൊക്കെ കാശിൻ്റെ ഉള്ളിൽ വില അറിയാച്ചാ. രക്ഷിക്കാൻ കഴിവുള്ളവൻ അപ്പുറമുണ്ട്. യോസേപ്പ് നിങ്ങൾ അങ്ങോട്ടേക്കല്ലേ. ഇന്ന് രാത്രി നല്ല യോസേപ്പാകുന്ന യേശു ക്രിസ്തു, രക്ഷിക്കാൻ കഴിവുള്ളവൻ, വിടിവിക്കാൻ കഴിവുള്ളവൻ, നീക്കുപോക്ക് തരുവാൻ കഴിവുള്ളവൻ, ആരും കാണാൻ പറ്റാത്തവൻ, അദൃശ്യനായ ദൈവം ഇന്ന് രാത്രി നല്ല യോസേപ്പ് നമ്മുടെ നടുവിലുണ്ട്. ഞാൻ അധികം വിവരിക്കുന്നില്ല. ക്ഷാമം കഠിനപ്പെട്ടു. അപ്പൊ അപ്പനാകുന്ന യാക്കോബ് തന്റെ പിള്ളേരോട് പറയുക, നിങ്ങളിങ്ങനെ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. എന്നിട്ട് അടുത്ത പദമാ, നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളും എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി മരിക്കാതിരിക്കാൻ ഒന്നാമത്തെ കാര്യം മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം. അതന്നെ മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണമെന്ന് പറയാൻ കാര്യം. അതിൻ്റെ ഒരു ആത്മീക വശം പറയുക, എല്ലാ ഭാഗവും എടുക്കുന്നില്ല. വെളിപ്പാട് 11:8 വായിച്ചേ. വെളിപ്പാട് 11:8 അങ്ങനെ പറയാൻ കാര്യം. മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണമെന്ന് പറയാൻ കാര്യം വെളിപ്പാട് 11:8. നമുക്കറിയാം, വേറെ പുസ്തകം പഠിക്കുന്നവർക്ക് വെളിപ്പാട് 11 സാക്ഷികളെ പറ്റിയാ. അത് വിവാദ അധ്യായമെങ്കിലും 2 സാക്ഷികൾ വായിച്ചേ. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും. ആ 2 സാക്ഷികളെ പറ്റി പരാമർശിക്കുക. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. 2 സാക്ഷികൾ വന്ന് ശുശ്രൂഷ തികച്ചവരും മരിക്കും. അവരുടെ ശവം ലോകം മുഴുവൻ കാണും. എന്നിട്ട് അവരെ പറ്റി പരാമർശിക്കുക. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ള മഹാനഗരം. അതിലൊരു പറവെടുത്ത് ആത്മീകമായി മിസ്രയീം എന്ന് പേരുള്ള മഹാനഗരം. ആ നഗരത്തിന്റെ ഒരു പ്രകൃതി അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലമാണ്.
അപ്പൊ ആത്മീകമായി മിസ്രൈം എന്ന് പറഞ്ഞാൽ അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലം. അങ്ങനെയെങ്കിൽ മിസ്രൈമിൽ ചെന്ന് ധാന്യം കൊള്ളാൻ പറഞ്ഞതിൻ്റെ ഒരർത്ഥം ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. എന്തിനാണെന്നറിയാമോ? നീ ചത്തുപോകാതിരിക്കാൻ, നിത്യമരണത്തിൽ തീപ്പൊയ്കക്കകത്ത് വീഴാതിരിക്കാൻ, പെട്ടുപോകാതിരിക്കാൻ. ഇന്ന് രാത്രി സകലരോടും അറിയിപ്പാനുള്ള സന്ദേശം ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശുക്രിസ്തു മാത്രം രക്ഷകൻ. ഇന്ന് രാത്രി ആരാ ഇവിടെ പറയുന്നത്? 5 പൈസ കൊടുക്കണ്ട, കാശ് മുടക്കണ്ട, മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. അനുതാപ ഹൃദയത്തോടൊരൊറ്റ വാക്ക് പറ, യേശുവേ ഞാനൊരു പാപിയാ, ഇന്ന് രാത്രി എൻ്റെ പാപത്തെ ക്ഷമിക്കണം, നിത്യമരണത്തിൽ അകപ്പെടാതെ എന്നെ അതിൽ നിന്ന് രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമെന്ന് ഈ രാത്രി ആര് പ്രാർത്ഥിക്കും അവരെ യേശു ഇന്ന് രാത്രി രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ വിഷയം മരിച്ചു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഒന്ന്, മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം എന്ന് പറഞ്ഞാൽ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചാൽ നീ മരിക്കുകയില്ല. 2, മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? പുറപ്പാട് പുസ്തകം 30:20 വായിച്ചേ. പുറപ്പാട് 30:20. മോന്റെ പേരെന്തുവാ? ഡിബിൻ. നന്നായിട്ട് വായിക്കുന്നുണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ. വായില്. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തെങ്കിൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ അടുത്തത് മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. വെള്ളം കൊണ്ടൊരു പണിയുണ്ട്, വെള്ളം കൊണ്ടൊരു പരിപാടി. അതിനാ ഇത് തുടക്കം മുതലേ അങ്ങനെ വെള്ളം കൊണ്ടൊരു പരിപാടി. അതിനാ ഇത് തുടക്കം മുതലേ അങ്ങനെ വെള്ളത്തിൽ കൂടെ അല്ലയോ രക്ഷ പ്രാപിച്ചേ. 3:20 വായിച്ചേ, പത്രോസിന്റെ ലേഖനം 3:20. പെട്ടെന്ന്. ഡിവിനല്ലേ? ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. വെള്ളം കൊണ്ടൊരു പരിപാടി, വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. മേരിക്കുട്ടി ഇതെന്നാന്ന് കേട്ടോ? വായിച്ചേ. അത് സ്നാനത്തിനൊരു മുൻകുറി. അതാ വിഷയം. അപ്പൊ ഇന്ന് രാത്രി നീ ചത്തുപോകാതിരിക്കാൻ ചെയ്യേണ്ട കാര്യം, നീ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അല്ല രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് ഈശോ ഇറങ്ങിയാലൊന്നും കാര്യം നടക്കുകയല്ല. എൻ്റെ ആട്ടവും മഴക്കും ഒന്നും ഇവിടെ ചെലവാകുകയല്ല. നീ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. ഇത് പെന്തിക്കോസുകാര് കണ്ടുപിടിച്ചതല്ല സ്നാനം. അയ്യോടി, നോഹയുടെ കാലം മുതലേ സ്നാനമാണ്. അന്ന് 8 പേരെ സ്നാനപ്പെട്ടുള്ളൂ. അന്ന് മുതലേ ഉണ്ടെന്ന്. ബാക്കിയല്ലാണ്ട് അത് സൈമൺ സാർ പറഞ്ഞ ചമ്മന്തിക്ക് പോലും ഒരെണ്ണമില്ലായിരുന്നെന്ന്. സകലെണ്ണത്തിനെയും നോഹ പ്രസംഗിച്ചു പെട്ടകത്തും വെള്ളപ്പൊക്കം വരാൻ പോവാന്ന്. വെള്ളപ്പൊക്കം ഒരെണ്ണം അനുസരിച്ചില്ല. ഒടുവിൽ നോഹയെ കുടുംബം ഇതിനകത്ത് കയറി. ദൈവത്തമ്പുരാൻ വന്ന് വാതിൽ അടച്ചു. എൻ്റെ ഭാവനയാ, വാതിലടച്ചപ്പോൾ അളിയൻ വരുന്നത്. അളിയാ തുറക്കാൻ. അളിയൻ പറഞ്ഞാൽ അളിയാ തുറക്കാൻ ഒക്കത്തില്ല, മേളിൽ നിന്നാ സാക്ഷായിട്ടേക്കുന്നത്. മേളിൽ നിന്നാ അളിയാ സാക്ഷായി പിടിച്ച് വലിക്കുക. ഇവിടെ ഞാനും അവളും കൂടെ വലിച്ചോണ്ടിരിക്കുക. പക്ഷേ കൊളുത്ത് മേളിലിട്ടേക്കുക. അനക്കാൻ ഒക്കുകയല്ല. ദൈവം തമ്പുരാൻ അടച്ചതാ. ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ദൈവം തുറന്നാൽ ആരും അടക്കത്തില്ല. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുക. നീ അന്തും എന്തും പറഞ്ഞ് അതിലേതിലും നടക്കാതെ ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറ്. നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. പ്രൈസ് ദി ലോർഡ്. ഞാനെപ്പോഴും പറയും, പെട്ടകം വാതിൽ തുറന്ന് ഒരെണ്ണം കയറിയില്ല. കയറിയത് മൃഗജാതി കയറി, ഇടജാതി കയറി, പറവജാതി കയറി. സൈമൺ സാർ എഴുതിയിരിക്കുന്നത് വീടിന് കാവൽ നിൽക്കും കുക്കുരം പട്ടി കയറി. പാപ്പച്ചൻ ഇതുവരെ കയറിയില്ല. പാപ്പച്ചൻ ഇപ്പോഴും പട്ടിയുടെ ബെൽറ്റുമായിട്ട് നടക്കുക. പാപ്പച്ചന് പെട്ടകത്തിനകത്തേ എന്നാലും മറ്റേ എന്തോ പുതിയ പട്ടികളുണ്ടല്ലോ, എന്നെ അതിൻ്റെ പേരൊക്കെ എന്താ ലാബോ? ബാബുവിൻ്റെ പട്ടി ലാബാ. അപ്പം ബാബുവിൻ്റെ പട്ടി ചാടി പെട്ടകത്തിനകത്ത് കയറി. ബാബു ഇപ്പോഴും ഇത് എന്തുവാ ബെൽറ്റുമായിട്ട്
നടക്കുക. അതിൻ്റെ പട്ടി അകത്തെന്ന് പറഞ്ഞാൽ ബാബു ബാബു ഇങ്ങോട്ട് വരാൻ. അന്നേരം അവൻ പിന്നെ അവിടെ നിന്ന് പറയുക ഞങ്ങൾ പകലോ മറ്റോ ആന്ന്. ഇവിടെ പൊട്ടാ വെള്ളം കുടിച്ച് നീ എല്ലാം ചാകും. പട്ടി പിന്നെയും പറയാം ബാബു ബാബു വരാൻ. ഇതിനകത്ത് മൃഗജാതി ഇഴജാതിയും പറവജാതിയും എല്ലാം ഇതിനകത്ത് കയറി. വീടിന് കാവൽ നിൽക്കും കുക്കുരം മാർജരങ്ങൾ. പൂച്ച ഇതിനകത്ത് കയറി. പൂച്ച വെള്ളത്തിൽ ബ്ലസ് ചെയ്ത് വരെ കയറിയില്ല. ബ്ലസ് ഇപ്പോഴും കണ്ണുമൊക്കെ എടുത്ത് പിരിയുമൊക്കെ പഠിച്ച് ലിപ്റ്റിക്കൊക്കെ ഇട്ട് കയ്യില്ലാത്തൊരു എന്തുവാ പത്രമൊക്കെ ഇട്ട് അവളിങ്ങനെ തത്തി തത്തി അടക്കുക. അന്നേരം അവൾ വളർത്തിയ ബുസി ഇതിനകത്ത് കയറി. ബുസി പട്ടകത്ത് കയറി. ബുസിയുടെ യജമാനത്തിൽ ബ്ലസി ആണ് കിടന്ന് വെള്ളം കുടിക്കുന്നു. ഇന്ന് രാത്രി ദൈവം നിനക്ക് നല്ല അവസരം തരിക. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല, തൊണ്ട വയ്യാത്തോണ്ട് അങ്ങ് അടങ്ങുക. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ദൈവം നിനക്ക് അവസരം തരിക. നീ ചത്തുപോകാതിരിക്കാൻ വെള്ളം കൊണ്ട് കെട്ടിക്കണം. വെള്ളത്തിലൊരു പരിപാടി, ആ വെള്ളം കൊണ്ട് ഉള്ള പരിപാടിയാ. നോഹയുടെ കാലത്ത് അല്പജനം 8 പേര് വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. ഇത് സ്നാനത്തിനൊരു മുൻകുറി മാത്രമാണോ? പിന്നീട് ഒറ്റയടിക്ക് ഒരു സ്നാനം. അതാ കൊരിന്ത്യ ലേഖനം 10 വായിച്ച്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ. അതും സ്നാനമല്ലയോ? എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ. ഒരു പഴയ പാട്ടുണ്ട്, 600,000 ആയോരു കൂട്ടത്തെ ചിറകിൽ വഹിച്ചവൻ. 600,000 കണക്കെടുത്തതിൽ 6 ലക്ഷം പേര്, പിന്നെ പെണ്ണുങ്ങളും പിള്ളേരും പെറുങ്ങടി എല്ലാം കൂടെ 10-30 ലക്ഷത്തിൽ ചില്ലുവാനം വരും. സകല എണ്ണം കൂടെ സ്നാനപ്പെട്ട് വായിരുമോനെ 10-1 മുതൽ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. മതി അകലെ എണ്ണോ സ്നാനപ്പെട്ടിക്കര കയറി. അപ്പൊ സ്നാനം പെന്തിക്കോസുകാർ കൊണ്ടുവന്നതല്ല, ഇത് പണ്ട് മുതലേ ഉള്ളതാ. എന്തിനാ സ്നാനമോ? ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കുക. യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. ഇത് ദൈവത്തിൻ്റെ നീതിയാ, ദൈവത്തിൻ്റെ കൽപ്പനയാ. യേശു മാതൃകയും കാണിച്ചു തന്നു. പിന്നെ എന്തിനാ നീ അറച്ചും മടിച്ചും നിൽക്കുന്നേ? ഇന്ന് രാത്രി സ്നാനപ്പെടണം. എങ്ങനെ സ്നാനം? വെള്ളത്തിൽ മുങ്ങണം. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുഴുകൽ സ്നാനം. പ്രായമുള്ളവരെ മുക്കാനും പ്രമാണമില്ല, പിള്ളേരെ മുക്കാനും പ്രമാണമില്ല. ഒറ്റ പ്രമാണം, വിശ്വസിക്കുന്നവരെ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഇന്ന് രാത്രി മരിച്ചു പോകാതിരിക്കാൻ 2 വെള്ളത്തിൽ മുങ്ങിയേ ഒക്കൂ. നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഞാൻ ദീർഘമാക്കുന്നില്ല. 9 മണിയായോ? ആയില്ല. ഏത് വാച്ചാ? 9:10. അത് 9 ആണ്. അപ്പൊ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, അത് ഞങ്ങളൊരു ധാരണ വന്നത് 8 മുതൽ 9 വരെ പ്രസംഗിക്കാൻ തൊണ്ടയ്ക്ക് പ്രയാസം ഉള്ളത് കൊണ്ട്. അപ്പം ഞാൻ ഇച്ചിരി താമസിച്ചാണ് വന്ന്. അതിൻ്റെ തികയ്ക്കുക. ദൈവത്തിന് മഹത്വം. എന്നാ ഒരു സന്തോഷമില്ലാത്ത ഈ ഉപദേശം പറയുന്നതുകൊണ്ടാണോ? എന്തിനാ ഇതൊക്കെ പറയുന്നതായിരിക്കും. ഇതൊക്കെയാ പറയണ്ട. അപ്പൊ ശ്രദ്ധിക്കുക, മരിച്ചു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? 1, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. നിനക്ക് നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. 2, നീ വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടണം. അങ്ങനെ സ്നാനപ്പെട്ടാൽ നിത്യമരണത്തിൽ നിനക്ക് രക്ഷപ്പെടാം. 3, മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? വായിച്ചേ. പുറപ്പാട് പുസ്തകം തന്നെ അതിൻ്റെ 28-ാം അധ്യായത്തിന്റെ 35 വായിച്ചേ. ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ധരിക്കണം. ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ധരിക്കണം. പിന്നെ യഹോവയുടെ മുമ്പാകെ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും മന്ദിരത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് അതിന്റെ ശബ്ദം കേൾക്കണം. അതിന്റെ ശബ്ദം കേൾപ്പിച്ചോണ്ടിരിക്കണം. ഏതിന്റെ ശബ്ദം? ഇനി അതിന്റെ കണ്ണിക തുടങ്ങുന്നത് ഏഫോദിന്റെ അങ്കി മുഴുവനും. ഈ മഹാപുരോഹിതന് ധാരാളം വസ്ത്രങ്ങളുണ്ട്.
നീളക്കുപ്പായം, നിലയെങ്കി, നടുക്കെട്ട്, ഏബോധ, മാറപ്പതൊക്കെ, ഇങ്ങനെ പല വസ്ത്രങ്ങളുണ്ട്. അതൊക്കെ ഒരേ ആത്മീയ അർത്ഥമാണ്. ഇതിലെ ഒന്നാണ് ഏബോധ്. ഏബോധിന്റെ അങ്കി മുഴുവനും നീലനൂൽ കൊണ്ട് ഉണ്ടാക്കണം. നീല നൂല് കൊണ്ടുണ്ടാക്കണം. പിന്നെ അതിന്റെ നടുവിൽ തല കിടപ്പാൻ ഒരു ദ്വാരം, തല കിടക്കാൻ ഒരു ദ്വാരം ഉണ്ടാക്കണം. ദ്വാരത്തിന് നെയ്ത്തുപണിയായ ഒരു നാട ചുറ്റിലും വേണം. ഒരു നാട ചുറ്റിലും വേണം. പിന്നെ അത് കീറിപ്പോകാതിരിക്കാൻ കവചത്തിന്റെ ദ്വാരം പോലെ അതിനുണ്ടായിരിക്കണം. പിന്നെ നീലനൂൽ, ധൂമ്രനൂല്, ചുവപ്പുനൂൽ, നീലനൂൽ, ധൂമ്രനൂലും ചുവപ്പും പിരിച്ചത പഞ്ഞി നൂലും. നീലനൂൽ, ധൂമ്രനൂലും ചുവപ്പും പിരിച്ചത പഞ്ഞി നൂലും. ഇത് പാടാൻ വയ്യ. അപ്പൊ ഇതിന് ഒരു നാട ഉണ്ടായിരിക്കണത് കീറിപ്പോകാതിരിക്കാൻ നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് ചുറ്റും അതിന്റെ വിളുമ്പിൽ മാതളപ്പഴങ്ങളും. മാതളപ്പഴം, നീലനൂലും ധൂമ്രനൂലും ചുവപ്പുനൂലും കൊണ്ട് മാതളപ്പഴം ക്രമപ്പെടുത്തണം. പിന്നെ അവയുടെ ഇടയിൽ ചുറ്റും പൊന്നുകൊണ്ട്. മാതളപ്പഴത്തിന് ഇടയില് ഇവിടെ ഒരു മാതളപ്പഴം, ഇപ്പുറം ഒരു മാതളപ്പഴം, അതിനിടയ്ക്ക് ചുറ്റും പൊന്നുകൊണ്ട് മണികളും ഉണ്ടാക്കണം. പൊന്മണി നമ്മുടെ അപ്പുറത്തെ അല്ല, പൊന്നുകൊണ്ട് മണി. അപ്പൊ ഒരു മാതളപ്പഴം പൊന്മണി, ഒരു മാതളപ്പഴം പൊന്മണി, പിന്നെ ഒരു മാതളപ്പഴം ഒരു പൊന്മണി, പിന്നെ ഒരു മാതളപ്പഴം ഒരു. ഇതിന്റെ ചുറ്റിലും ഇങ്ങനെ ഉണ്ടായിരിക്കണം. ശുശ്രൂഷ ചെയ്യുകയിൽ അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, ഒരു മാതളപ്പഴം ഇങ്ങനെ വേണം. ശുശ്രൂഷ ചെയ്യൽ അഹരോൻ അത് ധരിക്കണം. ഇത് ധരിച്ചോണ്ട് വേണം ശുശ്രൂഷ ചെയ്യാൻ. അല്ല നിനക്ക് ഇഷ്ടപ്പെട്ട തുണി എടുത്തോണ്ട് വന്നൊന്നും ശുശ്രൂഷ ചെയ്യരുത്. ഇപ്പോഴത്തെ ഞാനൊന്നും പറയുന്നില്ല, വെറുതെ വന്നൊരു അലോക്യം ഉണ്ടാക്കുന്നത്. ഓരോരുത്തർ ശുശ്രൂഷക്കൊക്കെ വരുന്നത് കണ്ടാൽ നമ്മൾ ശുശ്രൂഷ തന്നെയാണോ? കല്യാണത്തിന് പോയിരിക്കുക, അന്നേരം ഇച്ചിരി അച്ചാറ് തരാൻ തോണ്ടിയപ്പോൾ പാസ്റ്ററാ. കാരണം കേറ്ററിംഗുകാർ പിള്ളേരിടുന്നതാ. തിരിഞ്ഞ് വന്നപ്പോൾ ആരാണ്ടടുത്ത് കേറ്ററിംഗ് പിള്ളേർ വിളമ്പിക്കൊണ്ടിരിക്കുക, ഇച്ചിരി അച്ചാറ് തരാൻ. അയ്യോ പാസ്റ്ററായിരുന്നു, മനസ്സിലായി കാണും. അത് പോട്ടെ, നമ്മുടെ വിഷയമല്ലല്ലോ. ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ആത്മീയ ശുശ്രൂഷയ്ക്ക് അതിന് പക്വതയും യോഗ്യതയും മാന്യതയൊക്കെ ഉണ്ടെന്ന് ആരോട് പറയാനാ? മോൻ ഇത് വായിരും. യഹോവയുടെ മുമ്പാകെ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് അതിന്റെ ശബ്ദം കേൾക്കണം. ഇതിന്റെ ശബ്ദം ഏതാ? ഈ പൊന്മണി ഈ മാതളപ്പഴവുമായിട്ട് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ശബ്ദം കേൾക്കും, ശബ്ദം കേൾക്കും. അപ്പൊ ഇത് ശബ്ദം കേൾപ്പിക്കണമെങ്കിൽ ഈ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതൻ അനങ്ങാതിരിക്കരുത്. പുള്ളി ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുകയും ജനത്തെ ആശീർവദിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഈ നീരാജനക്കറ്റയൊക്കെ എടുത്ത് ഉയർത്തി താക്കുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങളുണ്ടല്ലോ. മാത്രമല്ല ഇതിനകത്ത് കയറുമ്പോഴും ആമേൻ ദൈവത്തെ മഹത്വപ്പെടുത്തണം. പൗലോസ് പറയുക, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ താങ്കൾക്കുള്ളവരല്ല, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. കയ്യും കെട്ടി വായും പൂട്ടി ആള് കളിച്ചിരുന്നാലൊന്നും മണിയുടെ ശബ്ദം കേൾക്കുകയല്ല. ഞാൻ ഓവർസിയറാ, സെൻട്രൽ പാസ്റ്റർ, സെക്ഷൻ പ്രസ്പിക്ടറാണ്, ഞാൻ സൂപ്രണ്ടാണ്, പ്രസിഡന്റാന്നും പറഞ്ഞ് കസേര കയറി അനങ്ങാതെ വലിയ വാറതാനിരിക്കുന്നത് പോലൊരിച്ചാലൊന്നും ശബ്ദം കേൾക്കുകയല്ല. നമ്മൾ ശബ്ദം കേൾക്കുകയല്ല, മറ്റുള്ളവരെ കൊണ്ട് കേൾക്കുക. സ്തുതിച്ചാട്ടെ, പുള്ളിക്കാരനൊക്കില്ല. അതല്ല ഇതിൻ്റെത്. ഇത് ശബ്ദം കേൾപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഇങ്ങനെ ഇത് കൂട്ടിമുട്ടുന്ന ശബ്ദം കിണിങ്ങിണിങ്ങിണിന്ന് അപ്പം പുറത്ത് നിൽക്കുന്നത് മനസ്സിലാകും പുള്ളി അത്തിട്ടില്ല. ഈ മണികണിയുടെ ശബ്ദം കേട്ടില്ലേ അവർ വലിച്ചലക്കും. അവർ ചരടാന്നാ പറയുന്നത്, ചില കയറാന്ന് പറയുന്നത്. അതിങ്ങനെ പിടിച്ച് നിൽക്കുക, ശബ്ദമില്ലെങ്കിൽ അന്നേരം വലിച്ച്, ആർക്കും കയറാനും ഒക്കത്തില്ല, വലിച്ചെടുത്ത് ഇതിനെ അന്നേരം തട്ടും. അപ്പം മരിക്കാതിരിക്കേണ്ടതിന് ഇതിൻ്റെ ശബ്ദം കേൾപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുമ്പോൾ ശബ്ദം കേൾപ്പിക്കണം. എന്തോ ശബ്ദമായി ഇതിനകത്ത് കേൾക്കേണ്ടത്. വായിച്ചേ, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 26.
ആകയാൽ എന്ത് സഹോദരന്മാരെ, ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ, നിങ്ങൾ ഇതിനകത്ത് വരുമ്പോഴേ, കൂടി വരുമ്പോഴേ, പിന്നെ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, അതിന്റെ ശബ്ദം കേൾക്കണം. പിന്നെ ഉപദേശമുണ്ട്, ഉപദേശത്തിന്റെ ശബ്ദം കേൾക്കണം. പിന്നെ വെളിപ്പാടുണ്ട്, വെളിപ്പാടിന്റെ ശബ്ദമുണ്ട്, അന്യഭാഷയുണ്ട്, അന്യഭാഷയുടെ ശബ്ദം കേൾക്കണം. എല്ലാം വായിക്കാൻ നേരമില്ല. അപ്പം ഉപദേശമല്ലേ, അപ്പൊ അങ്ങനെ പറഞ്ഞങ്ങ് നിർത്താം. മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? ഒന്ന്, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, വെള്ളം കൊണ്ടൊരു കഴുകൽ, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. 3, ഇതിന്റെ ശബ്ദം കേൾക്കണം. അന്യഭാഷ ഉണ്ട്, ഇതിന്റെ ശബ്ദം കേൾക്കണം എന്ന് പറഞ്ഞാൽ നീ അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അന്യഭാഷാ ഭാഷണത്തിൽ ദൈവത്തെ സ്തുതിക്കണം. ഇത് പ്രവാചകന്മാരോ മറ്റാരും തരുന്നതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഇത് കുക്ക് സാഹിബ് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതല്ല. നോയൽ സാഹിബോ നാഗൽ സാഹിബോ സൈമൺ സാറോ ഉണ്ണുണ്ണി സാറോ പത്തനാപുരത്ത് TG ഉമ്മച്ചനൊന്നും കണ്ടുപിടിച്ചതല്ല. ഇത് ദൈവത്തിന്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ഇന്ന് രാത്രിയും ദൈവം തൃപ്തിപ്പെടുത്തും. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒരു നദി കൊണ്ടതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ഇന്ന് രാത്രി അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കണം. എന്തിനാ? നീ മരിച്ചു പോകാതിരിക്കാൻ. സഭയ്ക്കകത്ത് വരുന്നത് അകലി സ്നാനപ്പെട്ടതെല്ലാം അഭിഷേകം പ്രാപിക്കണം. സെക്രട്ടറി അഭിഷേകം പ്രാപിക്കണം. അല്ലാതെ ഒരു ബുക്കും 2 പേനായുമായിട്ട് ആളുകൾ ഞായറാഴ്ച ഞെളിഞ്ഞു വന്നാൽ പോരാ. സഭയുടെ സെക്രട്ടറി, ചില എല്ലാവരും അല്ല കേട്ടോ, ചില ആ വരവൊക്കെ ഒന്നും കാണും. ഈവനാഭിഷേകവും പ്രാപിച്ചില്ല, ദൈവത്തെ കൈപോലും അടിക്കാത്ത വാർതാന. എന്നിട്ട് അവൻ്റെ കഥവരെ കയറി കാലം വെച്ച് തള്ളവരൽ പറഞ്ഞ സെക്രട്ടറി. ഞാൻ ചിലർ ഇതാ സെക്രട്ടറി, ഞാൻ മൈൻഡ് ചെയ്യുകയല്ല. അഭിഷേകമൊക്കെ പ്രാപിച്ചയാളാന്നേ സന്തോഷമാണ്. അഭിഷേകമൊക്കെ പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ആത്മീയരുണ്ട്, അവരോട് ബഹുമാനമാണ്. അങ്ങനെയുള്ള സെക്രട്ടറിമാരെ വലിയ താല്പര്യവും ബഹുമാനമാണ്. നീ സെക്രട്ടറി ആനും പറഞ്ഞ് 10 പോലെ ഇതിനകത്ത് കയറി പാമ്മി അടക്കോടി ഇരിക്കും പോലെ ഇരിക്കുക. എല്ലാവരും ആത്മാവിലാകുമ്പോൾ നീ അടുത്തണ്ട രാമൻ കാക്ക ഇരിക്കും പോലെ ഇരുന്ന് നീ ആന്നോ? എടാ, ഇതിനകത്തിരുന്ന് അഭിഷേകത്തിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. എന്തിനാ? നീ മരിച്ചു പോകാതിരിക്കാൻ. അഭിഷേകം പ്രാപിക്കണം. ദൈവത്തിന് മഹത്വം. നിർത്തുക പോരെ. ദൈവത്തിന് മഹത്വം. മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? 4 വായിച്ചോ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം വായിച്ചേ. ഉൽപ്പത്തി 3-ന്റെ 3-ഉം 4-ഉം വായിച്ചോ മോനെ. ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ അടുത്ത വാക്യം എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. മതി. മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം. ഇതല്ലേ അമ്മാമ്മയും പാമ്പും കൂടാ. അവരാന്നല്ലേ ഇപ്പം മിസ് കോള് വിട്ട് കളിക്കുന്നേ. ചായന്റെ കോളൊന്നും അമ്മാമ്മ എടുക്കുന്നേ. പാമ്പിന്റെ കോളിനോടാ താല്പര്യം. പാമ്പാന്ന് കണ്ടപ്പം ഈ നമ്പർ ഡിലീറ്റ് ചെയ്യണ്ടേ? അല്ലേ? അങ്ങനല്ലേ? കക്ഷി പാമ്പ. അന്നേരം ഒന്നും ഞാൻ പറയുന്നില്ല. 2 പേരുടെ സംഭാഷണം നടത്തി മുറുകി. വിശദാംശങ്ങളിലേക്കൊന്നും ഇന്ന് പോകുന്നില്ല. അപ്പൊ സംഭാഷണത്തിന്റെ മധ്യ ചോദിക്കുക, ഇല്ല തോട്ടം, അയ്യോ ഭയങ്കര തോട്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവനെ പാമ്പ് വന്ന് തള്ളയുമായിട്ട് വർത്താനം പറഞ്ഞ് ആദ്യം മിസ് കോൾ വിട്ട് ഹായ് വിട്ടു. പിന്നെ അമ്മമ്മ അത് അങ്ങോട്ട് വിട്ടു. 2 പേരും ചങ്ങാത്തമായി, പിന്നെ അടുപ്പമായി. പിന്നെ പറഞ്ഞു, പുള്ളി ഇല്ലാത്ത നേരത്ത് നീ ഇങ്ങോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞു. അയാളെ തോട്ടത്തിൽ തടവെടുക്കാനെങ്ങാണ്ട് പോയപ്പോൾ ഇവൻ കയറി വന്നു. 2 പേരുടെ സംഭാഷണം ആരംഭിച്ച് എന്തിനേറെ വൈതരണി നോക്കിക്കോണം. അപ്പം ഇവൻ വന്ന് ചോദിച്ചു, അല്ലേ എന്ത് ചെയ്യാന്ന് ചോദിച്ചു. എന്നാ പറഞ്ഞു, കാണിച്ചു കൊടുക്കുക പോയെന്ന് അങ്ങോട്ട്. അപ്പം ചോദിച്ചു, പുള്ളി വരാറുണ്ടോന്ന്. ആരാ? പുള്ളി വരാറുണ്ടോന്ന്? ദൈവം. അപ്പം ഈ തള്ള പറഞ്ഞു, എന്നും വെയിലാറുമ്പം വരുമെന്ന് പറഞ്ഞു. ഉടനെ ചോദിച്ചു, കഴിക്കാൻ വല്ലതും ഉണ്ടോന്ന്. അയ്യോ എന്തോ പൊട്ടത്തരവാടാ, എന്തോ നല്ല തോട്ടമാണ്, ഏതൻ തോട്ടം. ആ തോട്ടത്തെ പറ്റിയൊക്കെ കൊടുത്തിരിക്കുന്ന പ്രയോഗമൊക്കെ നല്ല പ്രയോഗമാണ്. വേദവികാരത്തിൽ ചില പ്രയോഗമുണ്ട് തോട്ടത്തെ പറ്റി. ശ്രീവിളങ്ങുന്ന തോട്ടമെന്ന
നന്ദനം, ചൈത്രരഥം ഇത്യാദി പുരാണങ്ങൾ മണ്ടുന്ന മടികൂപ്പുന്ന സരിതാമ്പതിയുടെ നടുവിൽ വിളങ്ങുന്ന ഹരിതവർണ്ണമാം ആങ്ങല ദ്വീപ് പോലെ അരുണം തൻ്റെ കരണം തപിപ്പിക്കും മരുവിൻ നടുവില് ശ്യാമളോദ്യാനം പോലെ. അത്ര ഉദ്യാനമാണ്. പിന്നെ അതിനകത്ത് കേരവും ജംബീരവും ഈന്തലും കരിമ്പുളി വേരയും നാഗരംഗം മാകന്തം ആതുളങ്കം ആമ്രങ്ങൾ ആമ്രാതകം. അത്ര സുന്ദര സുലഭലമായ തോട്ടം. ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബെറി നെല്ലിക്ക അതെല്ലാം ഈ തോട്ടത്തിലുണ്ട്. അത്രയ്ക്ക് തോട്ടമാണ്. വേറൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് താമരത്തണ്ടു കൊത്തി തിന്നുകൊണ്ടവിടത്തിൽ സോമസുന്ദരങ്ങളായ പക്ഷങ്ങളോടും പക്ഷികൾ വൃക്ഷജാകലിരുന്ന് ഉച്ചൈസ്തരമ ക്ഷീണമുദാരമാങ്കീതികൾ ഉയർക്കുന്നു ശിക്ഷയിൽ പാടുന്നുണ്ട്. മാകന്തകിസലയം ഭക്ഷിച്ച് കണ്ട ശുദ്ധി വരുത്തി കളകണ്ഠം. അപ്പൊ അത്രയ്ക്ക് നല്ല തോട്ടമാണ്. വണ്ടുകൾ അങ്ങുമിങ്ങും ഝങ്കാരം ചെയ്തുകൊണ്ട്, വണ്ട് പൂക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പല വെറൈറ്റിയാണ്. അപ്പോൾ വണ്ട് ഈ മധു ഉണ്ണാൻ വേണ്ടി വണ്ടുകൾ അങ്ങുമിങ്ങും ഝങ്കാരം ചെയ്തുകൊണ്ട് തണ്ടാരിൻ മധു ഉണ്ട് മുരണ്ട് നടക്കുന്നു. ആ വണ്ടാരം കോഴിയോടും കൊക്കുകൾ ഇരണ്ടകൾ ഇണ്ടലെന്നിയേതണ്ടി തിന്നുന്നു തീൻപണ്ടങ്ങൾ. തോട്ടത്തെ നനയ്ക്കുവാൻ നദിയൊന്നുണ്ടായി ഏതൻ നാട്ടിലെന്നത് ഒഴുകി 4 ശാഖയായി ആദ്യ ശാഖയ്ക്ക് ഭീഷോൻ കാഞ്ചന രത്നങ്ങൾക്കും കനികൾക്കും ഗുൽഗുലുവിനും കീർത്തിപ്പെട്ടുള്ള ഹവില്യാക്കിയ ദിക്കിനെ നനച്ചുകൊണ്ടൊഴുകുന്നു മഴകാലം. അത്ര നല്ല തോട്ടമാണ്. അപ്പൊ ഈ തോട്ടത്തിൽ ദൈവം കൊണ്ട് സ്ഥാപിച്ചു. ചോദിച്ചു കഴിക്കാൻ വല്ലതും ഉണ്ടെന്ന്. അയ്യോ ഇഷ്ടം പോലെ കഴിക്കാൻ, കുടിക്കാൻ വെള്ളം. അപ്പൊ ചോദിച്ചു ഏതെങ്കിലും തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാരമായി കാര്യം പറഞ്ഞത്. ഞാൻ ആ ഭാഗം അങ്ങ് നിർത്തുക. ഇവിടെ നമുക്ക് എടുക്കുന്ന വിഷയം ഇതാ. ഒന്നുകൂടെ 2-3 വാക്യം വായിച്ചേ മോനെ. സ്ത്രീ പാമ്പിനോട് തോട്ടത്തിൽ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, അടുത്തത് എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. തിന്നരുത്. തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. വിശദീകരിക്കുന്നില്ല, ഒറ്റ വാക്ക് പറയാം. മരിക്കാതിരിക്കാനേ 4 വേർപാട് പാലിക്കണം. നമ്മുടെ ഉപദേശമല്ലേ അത്, പറയാതിരിക്കാൻ ഒക്കുമോ? മരിക്കാതിരിക്കാൻ ദൈവമക്കൾ വേർപാട് പാലിക്കണം. മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? അതാ 4 കാര്യം പറഞ്ഞത്. 1, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ദൈവത്തോട് ചേരണം. 3, അഭിഷേകം പ്രാപിക്കണം. 4, വേർപാട് പാലിക്കണം. അരുത്, തിന്നരുത്. കാണുന്നിടത്തെല്ലാം പോയി തലകിടുകയും കാണുന്നതും കിട്ടുന്നതും എല്ലാം മാരി വലിച്ച് കഴിക്കുകയും ഉള്ള ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പോയി തലകിടുകയും ഇത് സകല 28 കെട്ടും മാമൂറുസായും ആണ്ടിയാത്രവും അടിയന്തരവും ക്രിസ്തുമസും കേക്കും ഈസ്റ്റർ എന്ന് വേണ്ട സകല ഉണ്ടാവണ്ടിക്കകത്തും പോയച്ച് ഞായറാഴ്ച പമ്മി ഒരു ചങ്ങാടം തള്ളിക്കൊണ്ട് വരുന്നത് പോലെ സഭായത്തിന് ഇന്നെ എല്ലാം വ്യാജിച്ചപ്പും. ഇത് കൂടുതൽ മതിയോ? ഇത്രയും പോരെ? ഇനിയും വേണോ? പുള്ളി മുമ്പേ പറഞ്ഞു പോരെന്ന്. അതിനാ കൊടുക്കുന്നത്. പോരെ? ഇനിയുണ്ട്, വേണേ തരാം. ദൈവത്തിന് മഹത്വം. വേർപാട് പാലിക്കണം. അവിടുന്ന് വിശുദ്ധനാകയാൽ നീയും ഞാനും വിശുദ്ധരായി ജീവിക്കണം. ലോകത്തിന്റെ മാലിന്യമൊന്നും എന്നെ നിങ്ങളെ പിടികൂടരുത്. ഇന്ന് രാത്രി വേർപാടോടെ വിശുദ്ധിയോടെ വേണം ദൈവത്തെ ആരാധിക്കാൻ. എന്തിനാണെന്നറിയാമോ? നീ നിത്യമരണത്തിൽ പെട്ടുപോകാതിരിക്കാൻ. ഇന്ന് രാത്രി മരിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന 4 കാര്യമാണ് പറഞ്ഞ. മതി. ഗുണമാകാനാന്ന് ഇതൊക്കെ മതി. ഇതുപോലെ പിന്നെ നന്നാകാനാന്ന് ഇത് മതി. 1, നീ രക്ഷിക്കപ്പെടണം. 2, നീ സ്നാനപ്പെടണം. 3, നീ അഭിഷേകം പ്രാപിക്കണം. 4, നീ വേർപാട് പാലിക്കണം. എന്തിനാണെന്നറിയാമോ? കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെടാതെ ചേർത്തുകൊള്ളാൻ. ഇന്ന് രാത്രി ഒരു കുഞ്ഞുങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകരുത്. ആരും നശിച്ചു പോകരുത്. യേശു വീണ്ടും വരും. എന്തിന്? തിരുസഭയെ ചേർക്കാൻ. വാട്ടം, കറ, ചുളുക്കം, മാലിന്യം ഒന്നുമില്ലാതെ ശുദ്ധയും ശുഭ്രയുമായി തനിക്ക് മുൻനിർത്തി മനോഹര രൂപിണിയായ തിരുസഭയെ വേളി കഴിക്കാൻ യേശു വരും. അതല്ലേ 45-ാം സങ്കീർത്തന അന്തഃപുരത്തിലെ രാജകുമാരി. ഒന്ന് ഉറക്കം പറ. പിന്നെ എന്നിട്ട് തന്നെ അവൾ ഒരുങ്ങി നിൽക്കുന്നല്ലാതെ. അന്തഃപുരത്തിലെ രാജ്ഞി
ചന്തമേറും ശോഭാമൂലം അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭാമൂലം എന്തു പരിപൂർണയാമിവളി അണിയും വസ്ത്രം പൊൻകസവ് കൊണ്ടു നെയ്തത് എന്തു പരിപൂർണയാണവൾ അണിയും വസ്ത്രം പൊൻകസവ് കൊണ്ടു നെയ്തതാ. എന്തിതന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി ദന്തിതന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി ദന്തിതന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി ദന്തിതന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി ദന്തിതന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി സാന്ത്വമോദം വരൂ തുന്നലോ നിന്നെ കന്നീഷം കമ്പിപ്പാദ്യങ്ങളിൽ നിൻ സ്വനം സാന്ത്വമോദം വരൂ തുന്നലോ നിന്നെ കന്നീഷം കമ്പിപ്പാദ്യങ്ങളിൽ നിൻ സ്വനം എൻ മനസ്സുയരുന്നതോ നന്മയേറും വചനത്താൽ എൻ മനസ്സുയരുന്നതോ നന്മയേറും വചനം. മനസ്സുയരുന്നതോ നന്മയേറും വചനത്താൽ എൻ മനസ്സുയരുന്നതോ നന്മയേറും വചനത്താൽ ചിന്മയരാജനെ കുറിച്ച് പാടിയ കഥ ക്ഷമയോടറിയിച്ചിടുന്നു ചിന്മയരാജനെ കുറിച്ച് പാടിയ കഥ ക്ഷമയോടറിയിച്ചിടുന്നു അന്തപുരത്തിലെ രാജ്ഞി ശാന്തമേറും ശോഭാമൂലം അന്തപുരത്തിലെ രാജ്ഞി ചന്തമേഴും ശോഭാമൂലം. അന്തപുരത്തിലെ രാജ്ഞി ശാന്തമേറും ശോഭാമൂലം അന്തപുരത്തിലെ രാജ്ഞി ചന്തമേഴും ശോഭാമൂലം. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേഴും ശോഭാമൂലം. എന്തു പരിപൂർണയാമവൾ അണിയും വസ്ത്രം പൊൻകസതു കൊണ്ടു നെയ്തതാ. അന്തപുരത്തിലെ രാജ്ഞി ശാന്തമേറും ശോഭാമൂലം അന്തപുരത്തിലെ അന്തപുരത്തിലെ രാജ്ഞി ശാന്തമേറും ശോഭമൂലം അന്തപുരത്തിലെ രാജ്ഞി ശാന്തമേറും ശോഭമൂലം അന്തപുരത്തിലെ രാജ്ഞി ശാന്തമേറും ശോഭമൂലം അന്തപുരത്തിലെ രാജ്ഞി ശാന്തമേറും ശോഭമൂലം എന്തു പരിപൂർണ ഞാനിവളി അണിയും വസ്ത്രം പൊൻകസവ് കൊണ്ടു നെയ്തത് കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് വേഗം വരുന്ന കർത്താവിന് എതിരേൽപ്പാൻ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഇടവരട്ടെ. ക്ഷണിച്ച കർത്തദാസനും സമയം അനുവദിച്ച പ്രിയപ്പെട്ടവർക്കും ഗായക സംഘത്തിനും കേട്ടിരുന്ന ബഹുമാന്യരായ നിങ്ങൾക്കും സകല പ്രിയപ്പെട്ടവർക്ക് നന്ദി. ആരും കൈവിടപ്പെട്ടു പോകരുത്. എല്ലാവരും നിത്യതയിലെത്തണം.
അല്പമായ ബുദ്ധിമുട്ടൊക്കെ അല്പമല്ല നല്ല പ്രയാസത്തോടാണ് വന്നതെങ്കിലും പ്രസംഗിച്ച് തീരാറായപ്പം പാടണമെന്നങ്ങ് തോന്നി. ഒരു സുഖം, വലിയ കുഴപ്പമില്ലായിരുന്നല്ലയോ? കുഴപ്പമായിരുന്നു. ദൈവത്തിൻ്റെ മകൻ, നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയ്ക്ക് നന്ദി. ഓർക്കുമ്പോൾ എളിയവനെയും ശുശ്രൂഷയും കുടുംബത്തെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഞാൻ നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ചത്തുപോകാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ട്. ഇപ്പോഴൊന്നും നടക്കുകയില്ല, എന്നെ സ്റ്റേജിൽ നിർത്തുകയില്ലെന്ന് പറയുന്നവരും ഉണ്ട് എന്ന് ഞാനിപ്പം വിശദീകരിക്കുന്നില്ല. ഒത്തിരി ആൾക്കാരുണ്ട്, എതിരാളികൾ ധാരാളം ഉണ്ട്. എനിക്കിതൊന്നും വിഷയമല്ല. ഞാൻ പണ്ട് പറഞ്ഞതുപോലെ ആന നടന്നു പോകുമ്പോൾ പട്ടി കുരയ്ക്കും. എനിക്കിതൊന്നും പട്ടി അവിടെ ആന അങ്ങ് പോവും. അപ്പം പട്ടി ഓരിയാനെന്ന് കണ്ടില്ല, ചന്ദ്രനെ കണ്ടുകൊണ്ട് ചന്ദ്രൻ ഇത് വല്ലതും വിഷയമാണോ? അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുക. ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് വരെ നിൽക്കുന്നത്. മേലിലും നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുക. ഓർക്കുമ്പം എളിയവനെയും കുടുംബത്തെയും ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദീർഘദൂരം യാത്രയും ഉറക്കമുളപ്പും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ എൻ്റെ വല്യമ്മച്ചി മരിച്ചു. അതുകൊണ്ട് അത് ഉറക്കമുളപ്പ്, യാത്ര, ശുശ്രൂഷ ഒത്തിരി ബന്ധപ്പാടുണ്ടെങ്കിലും ദൈവമക്കളുടെ പ്രാർത്ഥന കോട്ടയാണ്. അല്പം വൈകിപ്പോയി, സദയം ക്ഷമിക്കുക. എങ്കിൽ ഇതുവരെ കേട്ടിരുന്നല്ലോ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്തദാസന് നന്ദി. വന്നാട്ട് പ്രാർത്ഥിച്ച് നിർത്താം. അപ്പം അങ്ങ് പ്രാർത്ഥിച്ച് നിർത്തിയേച്ച് നോട്ടീസോ അനൗൺസോ ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് മതി. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു.